ഇതിന് നമുക്ക് 126 രൂപ ക്യാഷ് ബാക്ക് കിട്ടും. ഈ കാർഡുകൾ എല്ലാം എൻ്റെ കയ്യിലുള്ളത് ടോട്ടൽ ഫ്രീ ആണ്. കാർഡിൻ്റെ ക്ലോസപ്പ് ഗ്രിപ്പ്. വെൽക്കം ബാക്ക് അവർ ന്യൂ ക്രെഡിറ്റ് കാർഡ് വീഡിയോ. സോ ഇതൊരു ക്രെഡിറ്റ് കാർഡിൻ്റെ വീഡിയോ ആണ്. സോ നമുക്കിപ്പോൾ ടോട്ടൽ എത്രയാ, 1 ആക്സിസിൻ്റെ ഒരു 3, ഫെഡറൽ ബാങ്കിൻ്റെ 1, പിന്നെ ഒരു ഡിജിറ്റൽ കാർഡ്, അങ്ങനെ 4. ഇപ്പോൾ HDFCയുടെ പിക്സൽ പേ അടക്കം 5 ക്രെഡിറ്റ് കാർഡായി. സോ ഇതിൻ്റെ ഒരു അൺബോക്സിങ്ങും ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചിട്ട് ഉള്ള ബെനിഫിറ്റും എൻ്റെ ഒരു പേഴ്സണൽ റിവ്യൂ ഒക്കെയാണ് ഈ വീഡിയോയിൽ ഉള്ളത്. സോ ഈ വീഡിയോയിൽ നമുക്ക് എത്ര ലിമിറ്റ് ഉണ്ട് ക്രെഡിറ്റ് കാർഡ് ടോട്ടലി എല്ലാ കാര്യങ്ങളും റിവീൽ ചെയ്യുന്നതായിരിക്കും. സോ മിറ്റു ആണ് ഈ ക്രെഡിറ്റ് കാർഡ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. എനിക്ക് അവൻ തരുന്നില്ല, അവൻ എന്നെ ക്രെഡിറ്റ് കാർഡ് ഓപ്പൺ ചെയ്യുന്നു പറഞ്ഞിട്ട് വാശി പിടിക്കുന്നു ഗൈസ്. സോ മിറ്റു ക്രെഡിറ്റ് കാർഡ് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ നമുക്ക് കാണാം. യെസ്, എനിക്ക് ആകെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഡെബിറ്റ് കാർഡ് ഇവൻ കൊണ്ട് കളഞ്ഞു. ഇപ്പൊ എനിക്ക് കയ്യില് ഡെബിറ്റ് കാർഡ് വന്നില്ല ഓർഡർ ചെയ്തിട്ട് വീട്ടില്. പിന്നെന്തുട്ടോ ഡെബിറ്റ് കാർഡ് കൊണ്ട് കളഞ്ഞെങ്കിൽ അതേപോലെ ഓർഡർ ചെയ്ത് പുതിയ സാധനം തന്നില്ലേ, പിന്നെന്തുട്ട് ഡയലോഗ്. എനിക്ക് വിഷമുണ്ട്. യെല്ലോ, ഞങ്ങൾ യെല്ലോ ആണ് ചൂസ് ചെയ്തത്. അതില് ബ്ലൂവും പിന്നെ ഒരു മജന്ത പോലത്തെ ഒരു കളറും യെല്ലോ ആണ് ഉണ്ടായത്. സോ നമ്മൾ യെല്ലോ ചൂസ് ചെയ്ത് എവിടെ പോയാലും നമ്മളിങ്ങനെ ഒട്ടിച്ചു നിൽക്കണം യെല്ലോ കാർഡ്. ഗൈസ്, കാർഡിന്റെ ക്ലോസപ്പ് ഗ്രിപ്പ്, ക്ലോസപ്പ് ഗ്രിപ്പേ. സോ ഗൈസ്, നമുക്കപ്പോ എനിക്കിപ്പോൾ ടോട്ടൽ കയ്യിൽ 7 ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അതിൽ 5 എണ്ണമാണ് നമ്മുടെ കയ്യിൽ ഫിസിക്കലായിട്ടുള്ളത്. സോ ഇതിൽ 3 ആക്സിസ് കാർഡ് ഉണ്ട്. ഈ 3 കാർഡിന് കൂടി നമുക്ക് 50,000 രൂപയാണ് ക്രെഡിറ്റ് ലിമിറ്റ് ഉള്ളത്. പിന്നെ നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഒരു കാർഡ് ഉണ്ട്, ഇമ്പീരിയോ. പിന്നെ നമുക്ക് ഡിജിറ്റലായിട്ട് ഫെഡറൽ ബാങ്കിൻ്റെ തന്നെ ഒരു കാർഡും കൊണ്ടുണ്ട്. ആ കാർഡിൻ്റെ പേരാണ് ഫെഡറൽ വേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർഡ്. സോ ആ കാർഡും ഈ കാർഡും രണ്ടിനും കൂടി നമുക്ക് 75,000 രൂപയാണ് ലിമിറ്റ് ഉള്ളത്. പിന്നെ നമുക്ക് ഉള്ള ഒരു കാർഡാണ് സൂപ്പർ മണിയുടെ ഒരു ക്രെഡിറ്റ് കാർഡ്, ഉത്കർഷ് സ്മോൾ ഫൈനാൻസ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ് ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ നമ്മൾ തന്നെ ക്രെഡിറ്റ് ലിമിറ്റ് ആക്കണം. സോ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ 9,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ എനിക്ക് 80,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ എനിക്ക് 8,100 രൂപ ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടി. മനസ്സിലായ? പക്ഷെ നമ്മൾ ഈ ഡെപ്പോസിറ്റ് ചെയ്ത 9,000 രൂപ നമുക്ക് എങ്ങോട്ടും പോവില്ല. അത് നമുക്ക് 365 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് അടക്കം നമുക്ക് കിട്ടും. ഒരു 6% ഇൻട്രസ്റ്റ്. സോ അതാണ് ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ബെനിഫിറ്റ്. അപ്പോൾ നമുക്ക് 8,000 രൂപ ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടും. നമ്മളത് വെച്ച് ഇങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ സെയിം ലൈക്ക് ഈ ക്രെഡിറ്റ് കാർഡ് പോലെ നമുക്ക് ബില്ല് വരുമ്പോൾ നമ്മളത് പേ ചെയ്ത് പോവുക. എല്ലാ UPI ക്രെഡിറ്റ് കാർഡിൻ്റെ ട്രാൻസാക്ഷനും ഈ സൂപ്പർ മണിയിൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. ആക്ച്വലി അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ചെയ്തപ്പോൾ ഏകദേശം ക്യാഷ് ബാക്ക് ഇപ്പോൾ അറൗണ്ട് എങ്ങനെ 4,500 രൂപ ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ടാവും ഡെയിലി എക്സ്പെൻസ് അങ്ങനെ നോക്കിയിട്ട്. അങ്ങനെ നമുക്ക് കണ്ടാവും 126 രൂപ ക്യാഷ് ബാക്ക് കിട്ടും. സോ ഈ ഒരു ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ ഇതൊന്നും. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇപ്പോൾ എൻ്റെ ഒരു ഇതിൽ നോളേജിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. സോ അതെന്ന് പറഞ്ഞാൽ ഒരു ബേസിക്കലി ഒരു ട്രാപ്പാണ് ആക്ച്വലി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ 9,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് 6% കിട്ടുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഒരു 1,000 രൂപ പോലും ഉണ്ടാവില്ല ഒരു കൊല്ലത്തിന്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് നമ്മൾ 8,000 രൂപയ്ക്ക് ഇപ്പോഴേക്കും ലിമിറ്റ് കിട്ടി ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര യൂസ് ചെയ്തെങ്കിൽ അത് റീപേയും ചെയ്യണം. സോ ഇത് ഇത്ര വലിയ ലാഭം എന്നൊന്നും പറയാനില്ല. പിന്നെ അതേപോലെ റിവാർഡ് കിട്ടുമ്പോൾ അതിങ്ങനെ ക്ലെയിം ചെയ്യുക, അത്ര തന്നെ. വേറെ പ്രത്യേകിച്ച് ബെനിഫിറ്റ് പറയാനൊന്നും ഇല്ല. പിന്നെ ഈ കാർഡുകൾ എല്ലാം എൻ്റെ കയ്യിലുള്ളത് ടോട്ടൽ ഫ്രീ ആണ്. നോ ജോയിനിങ് ഫ്രീ, നോ ആനുവൽ ഫ്രീ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കാശ് ലാഭിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് ആക്ച്വലി. സോ ഞാൻ എപ്പോഴും ടിക്കറ്റ് ബുക്ക് ചെയ്യുക, മൂവി ടിക്കറ്റിന് നമ്മൾ വീക്കിലി എപ്പോഴും നമ്മൾ ഒരു പടത്തിനെങ്കിലും പോകും. മന്ത്ലി എങ്ങനെ 4 പടത്തിനെങ്കിലും പോകും. സോ നമ്മൾ ഈ കാർഡ് വെച്ചിട്ട്
നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു 500-ൻ്റെ ടിക്കറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 200 രൂപ 250 രൂപയ്ക്കൊക്കെ നമ്മൾ പോകാറുണ്ട്. സോ ഇത് എല്ലാ കാർഡും മന്ത്ലി വൺസാ പറ്റുള്ളൂ. ഒരു മാസം ഇത് യൂസ് ചെയ്യും, ഇപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ ആ മാസത്തിൽ തന്നെ പിന്നെയും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സെക്കൻഡ് കാർഡ് എടുക്കും. അങ്ങനെ ചെയ്യാം. പക്ഷെ എല്ലാത്തിലും ഓഫർ ഉണ്ടാവാറില്ല. ഇത് ഈ 3 ആക്സിസിൻ്റെ കാർഡാണെങ്കിലും ഒരെണ്ണം അമേരിക്കൻ എക്സ്പ്രസ്, മൈസോൺ, മൈനിയോ, ഇങ്ങനെ ഓരോരോ കാർഡുകൾക്കാണ് ഓഫർ വരിക. സോ നമ്മളത് നോക്കിയിട്ടാണ് ഇപ്പോൾ ബുക്ക് ചെയ്യാറ്. പിന്നെ ഇതാണ് ഏറ്റവും ടോപ്പ്, നമുക്കിപ്പോൾ പുതിയതായിട്ട് കിട്ടിയ HDFCയുടെ പിക്സൽ പ്ലേ കാർഡ്. ഇതിന് നമുക്ക് 1 lakh ഉണ്ട് ക്യാഷ് ടോട്ടൽ ക്രെഡിറ്റ് ലിമിറ്റ്. ഇതിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻ്റാണ് ഏകദേശം. സോ ഇപ്പോൾ നമ്മൾ യെസ്റ്റർഡേ കളങ്കാവിൽ 4 ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ നമുക്ക് 35 പോയിന്റ് കിട്ടി. അപ്പോൾ 35 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 രൂപയാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ 1000 രൂപയായി കഴിഞ്ഞാൽ നമുക്കത് റെഡീം ചെയ്യാം. അതാണ് ഈ കാർഡ് കൊണ്ടുള്ളൊരു ബെനിഫിറ്റ്. ഇതിൽ പിന്നെ എല്ലാ കാർഡിനും അങ്ങനെ കുറേ ബെനിഫിറ്റ് ഉണ്ട്, ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ. സോ ഇതൊക്കെയാണ് നമ്മുടെ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ എന്ന് പറയുന്നത്. സോ എല്ലാവരും ക്രെഡിറ്റ് കാർഡ് നോക്കി യൂസ് ചെയ്യുക. സംഭവം ഭയങ്കര ഡേഞ്ചറാണ്. നമുക്കൊരു പേയ്മെൻറ്റ് അങ്ങനെ മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ ഇതിന്ന് പ്രോഫിറ്റ് ആയിട്ടുള്ള കിട്ടിയ എമൗണ്ടിൻ്റെ ഡബിൾ നമ്മൾ പേ ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ കുറച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രോപ്പറായിട്ട് നോക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ സേവ് ചെയ്യാൻ, കുറച്ചെങ്കിലും പൈസ സേവ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണിത്. പിന്നെ അർജൻറ്റായിട്ട് നമുക്ക് കുറച്ച് കാശ് വേണം, ഒരു 2-3 വീക്സ് ഒക്കെ മറക്കാനായിട്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ക്രെഡിറ്റ് കാർഡ് ഈസ് ബെസ്റ്റ് ഓപ്ഷൻ ഐ തിങ്ക്. സോ അപ്പോൾ എല്ലാവരും നോക്കിയും കണ്ടും ഇൻട്രസ്റ്റോടെ അവരവരുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് ഓരോ കാർഡുകൾ ബുക്ക് ചെയ്യുക. നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ് എന്താണ്, ഓരോരോ ക്രെഡിറ്റ് കാർഡ് ഓരോ യൂസിനാണുള്ളത് ബേസിക്കലി. സോ നിങ്ങളത് നോക്കിയിട്ട് ഓരോ കാർഡുകൾ എടുക്കുക. പിന്നെ എന്താക്കി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് സ്കോർ നന്നായിട്ട് വേണം, എന്നാലാണ് നമുക്ക് ഓരോരോ ക്രെഡിറ്റ് കാർഡ് കിട്ടുള്ളൂ. സോ അത് നന്നായിട്ട് കീപ്പ് ചെയ്യാൻ നോക്കുക. പിന്നെ നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ പെട്ടെന്ന് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ സൂപ്പർ മണിയുടെ ഇപ്പോൾ ഈ ഉത്തർപ്രദേശ് സ്മോൾ ഫൈനാൻസ് ബാങ്കിൻ്റെ ഏത് കാർഡ്, ഡിജിറ്റൽ കാർഡ്. നമുക്കൊരു കാർഡ് കിട്ടിയാൽ തന്നെ നമ്മൾ കറക്റ്റായിട്ടുള്ള പ്രോപ്പർ റീപേ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ പേര് അപ്രോച്ച് ചെയ്ത് ഒക്കെ തന്നെ അപ്രോച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള കാർഡാണ്. സോ ഇത് നമുക്കൊരു ചിലവില്ലാണ്ട് ഫ്രീ ആയിട്ട് കിട്ടി, അതുകൊണ്ട് നമ്മൾ വാങ്ങി നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നു. സോ നിങ്ങളും അങ്ങനെ ചെയ്യുക, അത്ര തന്നെ. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. സോ ഇതൊരു നല്ലൊരു ഇൻഫോർമേഷനാണ് എനിക്ക് തോന്നി. നിങ്ങൾക്കും കാശ് സേവ് ചെയ്യാം ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട്. സോ ഒരു ഐഡിയ ആണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ ഷെയർ ചെയ്തത്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും പോകുന്നുണ്ട്, പക്ഷെ ആരും കമൻറ്റ് ചെയ്യണില്ല. സോ നമുക്ക് കമൻറ്റിൽ നമുക്ക് സജഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ നിങ്ങൾ പറയുന്ന വീഡിയോ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. സോ അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. സോ